നാട്ടുസഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തേത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. വളരെ സിമ്പിളായും എന്നാൽ വളരെയേറെ പോഷക ഗുണമുള്ളതും നല്ല രുചിയുള്ളതുമായ ഒരു ഡാൽ കറിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിന് വളരെ കുറച്ച് ചേരുവകളെ വേണ്ടൂ. പ്രധാനമായും വേണ്ടത് ഇവയാണ്. ഇവിടെ ഞാൻ ഒരു പോർഷൻ പയറും അതേ അളവിൽ തുവരപ്പരിപ്പും പിന്നെ അതേ അളവിൽ ഡാൽ പരിപ്പും എടുത്തിട്ടുണ്ട്. ഒപ്പം ചെറിയ ഒരു സവാള ചെറുതായി അരിഞ്ഞത്, 3 തക്കാളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി 3 കഷ്ണം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് മുരിങ്ങയില. ഓയിലിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചീസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിൽ ഓയിൽ ഒഴിക്കുക. ഇവിടെ ഞാൻ ചീസാണ് ഉപയോഗിക്കുന്നത്. അത് ചൂടാകുമ്പോൾ ആദ്യം ചെറുപയറിടുക. അത് ചെറുതായി ഒന്ന് മൂക്കുമ്പോൾ അതിൽ തുവരപ്പരിപ്പും തുടർന്ന് ഡാൽ പരിപ്പും ചേർത്ത് ചെറുതായി ഒന്ന് മൂപ്പിക്കുക. അധികം മൂക്കേണ്ടതില്ല. പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചാൽ മാത്രം മതി. ഇവ മൂന്നും ഒരേ സമയം ചേർക്കാത്തത് ഇത് മൂന്ന് വ്യത്യസ്ത മൂപ്പുകൾ ഉള്ളതുകൊണ്ടാണ്. ഒരുമിച്ചിട്ടാൽ ചിലപ്പോൾ ചെറിയ വലിപ്പത്തിലുള്ള ഡാൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് മൂന്ന് പ്രാവശ്യമായിട്ട് ഇടുന്നത്. അത് നിങ്ങളുടെ യുക്തി അനുസരിച്ച് ആകാം. പച്ച ചുവ മാറുന്ന രീതിയിൽ മാത്രം മൂപ്പിച്ചാൽ മതി. അതിനുശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇവിടെ ഞാൻ ചീസ് ആണ് ഉപയോഗിക്കുന്നത്. ചീസ് ചൂടാകാൻ കുറേ സമയമെടുക്കും. ഇതിന് പകരം ഏതെങ്കിലും കുക്കിംഗ് ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് കരിഞ്ഞു പോകാതെ ഇളക്കുക. അത് ചെറുതായി മൂത്ത ശേഷം അരിഞ്ഞു വച്ച സവാള ചേർക്കുക. സവാള വഴണ്ടു വരുന്നതിന് എളുപ്പം വഴടുന്നതിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒപ്പം അരിഞ്ഞു വച്ചേക്കുന്ന പച്ചമുളകും ചേർക്കുക. ഇവ ചെറുതായി ഒന്ന് വഴണ്ട ശേഷം തക്കാളി ചേർക്കുക. നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി. ഇവയൊക്കെ ഒന്ന് പച്ചച്ചുവ മാറുന്നത് വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി.
അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വച്ചേക്കുന്ന പയറും പരിപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വേവുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുകയാണ്. വെള്ളം കുറവാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. അത് ഇതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് ആവശ്യമായ കറിയുടെ അളവനുസരിച്ച് വെള്ളം ചേർക്കാം. എന്നിട്ട് കുക്കർ അടച്ച് ഇത് വേവിക്കാൻ വയ്ക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ കൂട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് നമുക്ക് വേണ്ടത് നാളികേരമാണ്2 അത് ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് മുറിച്ചത് ഉണ്ട്, 2-3 കഷ്ണങ്ങളായി മുറിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ്, നല്ല ജീരകം. അതും ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി ഇത് എരിവ് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, വളരെ കുറച്ച് ചേർത്താൽ മതി. ഇവയെല്ലാം കൂടെ ഈ ഒരു മിക്സി ജാറിലിട്ട് നല്ലവണ്ണം അരയ്ക്കണമെന്നില്ല, ഈ കാണുന്ന രീതിയിൽ അരച്ചെടുക്കുക. കുക്കർ തുറന്ന് അതിനകത്ത് നമ്മൾ വേവിച്ചിട്ടേക്കുന്ന ഇതുപോലിരിക്കും. ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഒന്ന് സ്മാഷ് ചെയ്ത് ചേർക്കണം. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി സ്മാഷ് ചെയ്യുക, നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഇതാ കണ്ടില്ലേ, ഈ സ്മാഷ് ചെയ്ത് ഇതുപോലെ ആക്കി എടുക്കുക. പരിപ്പും പയറും ഇതെല്ലാം കൂടെ വെന്ത് അലിഞ്ഞു ചേർന്നിരിക്കും. ഇതിലേക്കിനി നമ്മൾ അരച്ചു വച്ചേക്കുന്ന അരപ്പ് ചേർക്കുക. ആവശ്യത്തിന് ഇപ്പോൾ നമ്മുടെ ഇതനുസരിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് വെള്ളം ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലോണം തിളപ്പിക്കണം. തിളച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം ഇളക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർക്കുക. ഈ മുരിങ്ങയില ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. അളവ് കൂടിപ്പോയാൽ കഴിക്കും. അതുപോലെ തന്നെ മുരിങ്ങയില ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ വേവിക്കാൻ പാടില്ല. ഇനി ഇത് താളിക്കുന്നതാണ്. താളിക്കുന്നതിന് ഞാൻ എണ്ണയ്ക്ക് പകരം ബട്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ബട്ടറോ ചീസോ വെളിച്ചെണ്ണയോ മറ്റേതെങ്കിലും സൺഫ്ലവർ ഓയിലോ ഏത് വേണോ ഉപയോഗിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക്, പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല ജീരകം കുറച്ച് കൂടുതൽ അളവിടാം. ഇത് നല്ല കരിയുന്നത് വരെ അതിനകത്തിട്ട് മൂപ്പിക്കണം. ജീരകം കരിയണം. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ പഞ്ചാബി സ്റ്റൈലാണ് ഈ ജീരകം കരിച്ചുണ്ടാക്കുന്ന ഡാലെന്ന് പറയുന്നത്. ഇത് ഫ്യൂഷനാണ്, ഫ്യൂഷൻ കറിയാണ്. നമ്മുടെ തെക്കും വടക്കും നോർത്തും സൗത്തും ഒക്കെ കൂടെ ചേർന്ന്
ഒന്ന് പരീക്ഷണം നടത്തിയെടുത്തതാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മുമ്പുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ കാണിക്കാം എന്ന് ഞാൻ കരുതിയത്. ഇത് ജീരകം നല്ലോണം മൂക്കണം, ജീരകം മൂത്ത് കരിഞ്ഞ് ചേരണം. അതിലേക്ക് കറിവേപ്പില ഇടുക. ഇത് നമ്മൾ താളിച്ച് ആദ്യത്തെ നമ്മുടെ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഡാൽ കറി തയ്യാറാക്കി വച്ചിരിക്കുന്നതിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ താളിച്ച് കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് വളരെ ഡെലീഷ്യസ് ആണ്. ഇത് ചോറിൻ്റെ കൂടെയും മറ്റ് ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയും വേണം. അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ഉണ്ടാകും. അതുവരെയും ഗുഡ് ബൈ.